നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന അപ്ഡേഷനുകളിലേക്ക് സ്വാഗതം. നാളെ ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ്. അതിനു മുൻപ് തന്നെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, രാജ്യം കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യൂണിയൻ ബഡ്ജറ്റ് നാളെ പ്രഖ്യാപിക്കും. വിവിധ മേഖലകളിലേക്ക് നിരവധി സാമ്പത്തിക സഹായങ്ങൾ, സാധാരണക്കാർക്ക് കൈകളിലേക്ക് സഹായം കിട്ടുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതിയായിട്ടുള്ള ചെറുകിട നാമമാത്ര കർഷകർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ആനുകൂല്യം വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടും ഈ സമയത്ത് വരുന്നുണ്ട്. നിലവിൽ വർഷത്തിൽ 6000 രൂപ ലഭിക്കുന്ന സ്കീമാണിത്. 2000 രൂപ വീതം 3 ഇൻസ്റ്റാൾമെൻറ്റുകളായാണ് സഹായം ലഭിക്കുന്നത്. ഇത് ഒരുപക്ഷെ ഉയർത്തി 8000 രൂപയിലേക്ക് അല്ലെങ്കിൽ 10000 രൂപയിലേക്ക് ഉയർത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇതോടൊപ്പം തന്നെ 19ാമത്തെ ഗഡു വിതരണവും ഫെബ്രുവരി മാസമാണ് നടത്തപ്പെടുക. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും ശ്രദ്ധിക്കുക. റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ഫെബ്രുവരി മാസം 4-ാം തീയതി വരെ സമയം സർക്കാർ അനുവദിച്ച് ഇപ്പോൾ ഉത്തരവായിട്ടുണ്ട്. റേഷൻ കടകൾ വഴി നമുക്ക് അർഹമായ റേഷൻ ആനുകൂല്യങ്ങളെല്ലാം വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. പല റേഷൻ കടകളിലും ആവശ്യത്തിന് സ്റ്റോക്ക് ഇല്ലായിരുന്നു. ഇത് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും പരമാവധി ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിവിധ മേഖലകളിലേക്ക് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് എത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ വേഗത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി മാസം 4-ാം തീയതി വരെയാണ് ജനുവരിയിലെ വിഹിതം വാങ്ങുന്നതിന് വേണ്ടി സമയം അനുവദിച്ചിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ജനുവരിയിലെ വിഹിതം ലഭിക്കുന്നതല്ല. ഫെബ്രുവരി മാസത്തെ വിഹിതം 6-ാം തീയതി, ഫെബ്രുവരി മാസം 6-ാം തീയതി ആരംഭിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ക്രമീകരണം ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നവരുണ്ടാകും. 200, 300, 500 എന്നിങ്ങനെയാണ് അവർക്ക് ആനുകൂല്യം ലഭിക്കുന്നത്. 1300 അല്ലെങ്കിൽ 1100 രൂപയൊക്കെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയവരുണ്ട്. അതോടൊപ്പം തന്നെ 1400 രൂപ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയവരുണ്ട്. ഇവർക്ക് ബാക്കി തുക നൽകേണ്ടത് കേന്ദ്ര സർക്കാർ. ഇത് ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള അവരുടെ അക്കൗണ്ടിലേക്ക് നൽകുന്ന രീതിയാണ്. എന്നാൽ ഇപ്പോൾ പലർക്കും 3 പ്രാവശ്യത്തെ ഗഡുക്കൾ വരെ ലഭിക്കാനുണ്ട്. ചിലർക്ക് 2 ഗഡുക്കളാണ് ലഭിക്കാനുള്ളത്. ഈ ആനുകൂല്യം മുടക്കം കൂടാതെ ലഭിക്കും. പക്ഷേ 2 ആഴ്ചയോളം താമസമൊക്കെ എടുത്താണ് ഈ ആനുകൂല്യം ഇവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത്. ആധാറുമായി അക്കൗണ്ട് സീഡാണെങ്കിൽ മാത്രമാണ്, അതായത് ആധാർ അക്കൗണ്ട് ലിങ്ക് ആണെങ്കിൽ മാത്രമാണ് ഈ ധനസഹായം ലഭിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം പിന്നീട് നമ്മൾ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷമായിരിക്കും നമുക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുക. ഇനി ബാങ്ക് അക്കൗണ്ടിലെ പ്രശ്നങ്ങൾ മൂലവും ചിലർക്ക്, അല്ലെങ്കിൽ ആധാറിലെ ബാങ്ക് അക്കൗണ്ടിലെ പൊരുത്തക്കേടുകൾ മൂലമൊക്കെ ചിലർക്ക് ആനുകൂല്യം ലഭിക്കാതെ വരുന്നുണ്ട്. ഇങ്ങനെ തുടർച്ചയായിട്ട് നാളുകളോളം ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തദ്ദേശ സ്ഥാപനങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെടണം. ഉദ്യോഗസ്ഥരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയിക്കുകയും വേണം. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ പെൺമക്കൾക്ക് വേണ്ടി ഒരു വിവാഹധന സഹായ പദ്ധതി മംഗല്യ സമൃദ്ധി എന്ന പേരിൽ സംസ്ഥാന സർക്കാർ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ വഴി വിതരണം ചെയ്യുന്നുണ്ട്. 70,000 രൂപ വരെയാണ് ഒരാൾക്ക് ലഭിക്കുന്നത്. ജനറൽ കാറ്റഗറിയിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്ക്, അതായത് സാമ്പത്തികം കുറഞ്ഞവർക്കാണ് ഇവിടെ മുൻഗണന നൽകുന്നത്. മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉള്ളവർക്കാണ് അപേക്ഷ വെക്കാൻ അർഹതയുള്ളത്. രക്ഷിതാക്കളായിരിക്കണം പെൺകുട്ടിക്ക് വേണ്ടി അപേക്ഷ വെക്കേണ്ടത്. പെൺകുട്ടി വിവാഹം ചെയ്തിരിക്കണം. അതായത് 2024 ജനുവരി 1-ാം തീയതി മുതൽ 2024 ഡിസംബർ 31 ഈ 2 തീയതികളും ഉൾപ്പെടെയാണ് വിവാഹം ചെയ്തവരായിരിക്കണം. ബന്ധപ്പെട്ട രേഖകളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. ഓൺലൈൻ വഴിയല്ല അപേക്ഷകൾ, ഓഫ്ലൈൻ വഴിയാണ്. തപാലിൽ അയച്ചു കൊടുക്കുന്ന സംവിധാനമാണ്. വ്യക്തമായിട്ട് പൂരിപ്പിച്ച അപേക്ഷാ ഫോമിനോടൊപ്പം തന്നെ സർക്കാർ ആവശ്യപ്പെടുന്ന വിവിധ രേഖകൾ അതിൻ്റെ പകർപ്പ് കൂടി ഉള്ളടക്കം ചെയ്ത് വേണം അപേക്ഷകൾ അയക്കാൻ. അപേക്ഷാ ഫോമും മറ്റ് മാർഗ്ഗനിർദ്ദേശങ്ങളുമെല്ലാം കൃത്യമായിട്ടുള്ളൊരു PDF ഉണ്ട്. ഇത് നമുക്കടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. പദ്ധതിയുടെ പേര് മംഗല്യ സമൃദ്ധി. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.